സെക്കൻഡ് സ്ലൈഡിൽ ഡിഫൈനിങ് റൂട്ട് ഫോൾഡർ യൂസിങ് അഡോബ് ഡ്രീംവീവർ. ഇത് എന്തിനു വേണ്ടിയാണ്? അതായത് നമ്മളൊരു ഫോൾഡർ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലിങ്ക് എല്ലാം ബ്രേക്ക് ആവും. ലിങ്ക് ബ്രേക്കായിട്ട് നമ്മുടെ സൈറ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഒരു റൂട്ട് ഫോൾഡർ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. റൂട്ട് ഫോൾഡർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ, ഒന്നല്ലെങ്കിൽ സിയിൽ, ഡിയിൽ, ഇയിൽ അല്ലെങ്കിൽ എഫിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ നമ്മൾ പോയിട്ട് നമ്മളൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി സൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ, എന്തെങ്കിലും ഒരു സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പേര് കൊടുക്കണം, എന്തെങ്കിലും ഒരു നെയിം കൊടുക്കണം. ഞാനിവിടെ ഒരു പേര് കൊടുക്കാൻ പോണേണ് ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഡ്രീംസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ, അതായത് ഡ്രീംസ് എന്ന് പറഞ്ഞ ഈ ഫോൾഡറിൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് 2 ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് ഇമേജസ്, പിന്നെ രണ്ടാമത്തത് അസറ്റ്. അതായത് ഫോട്ടോഗ്രാഫ്സും മറ്റ് ഗ്രാഫിക്സും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇമേജ്. CSS അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് അതിൻ്റെ ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അസറ്റ്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡ്രീംവീവർ എടുക്കണം, ഡ്രീംവീവർ ഓപ്പൺ ചെയ്യണം. ഡ്രീംവീവർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് കിട്ടും. എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന അഡോബ് ഡ്രീംവീവർ CS5 ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് CC ആണ്. ഏത് വേർഷൻ ആയാലും CS5 തൊട്ട് എല്ലാത്തിലും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പൊക്കത്തായിട്ട് ഡ്രീംവീവർ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാം റൂട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. റൂട്ടിൻ്റെ ഒരു ചെറിയൊരു സിമ്പിൾ നമുക്ക് കാണാം. അപ്പോൾ ഡ്രീംവീവർ സൈറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മുടെ സൈറ്റിൻ്റെ പേരടിച്ചു കൊടുക്കുക, ഡ്രീംസ്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഫോൾഡറിൽ ബ്രൗസ് ചെയ്തിട്ട്, ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് ഫോർ ഫോൾഡർ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ ഡ്രീംസ് എന്ന് പറഞ്ഞ സൈറ്റ് സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു കാര്യം കൂടി നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം. നമ്മൾ ഇവിടെ ഈ സെറ്റിങ്സിൽ, അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ നമ്മളെപ്പോഴും ഈ ലോക്കൽ ഇൻഫോ, ചിലപ്പോൾ ഇതായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഇതായിരിക്കും. പക്ഷേ ഇതൊക്കെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ സെർവറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടികളാണ്. സെർവറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില പരിപാടികളാണ് ഇതെല്ലാം. ക്ലോക്കിങ്, പിന്നെ ഡിസൈൻ നോട്ട്സ്, ഫയൽ വ്യൂ കോളംസ്, അങ്ങനെ സ്പ്രൈ ഒക്കെ. നമുക്ക് വേണ്ടത് ലോക്കൽ ഇൻഫോ മാത്രമാണ്. അവിടെ നമ്മളെപ്പോഴും ഈ ലിങ്ക് റിലേറ്റീവ് ടു ഡോക്യുമെൻ്റ് ആയിരിക്കണം. ഈ സൈറ്റ് റൂട്ട് നമ്മൾ കൊടുക്കരുത്. കാരണം സൈറ്റ് റൂട്ട് ഇപ്പോൾ അഡോബ് പോലുള്ള കമ്പനീസ് അവർ ഒരു സെർവറിൽ ചിലപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ അവർ എന്താ പറയുക അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് സൈറ്റ് റൂട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരു വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഡോക്യുമെൻ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്, ലിങ്ക് റിലേറ്റീവ് ടു ഡോക്യുമെൻ്റ്. പിന്നെ നമ്മുടെ ഇമേജസ് ഫോൾഡർ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിനിവിടെ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇമേജസ് സെലക്ട് ചെയ്യുക, അത് ഓപ്പൺ കൊടുക്കുക. ഇവിടെ വീണ്ടും സെലക്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പാത്ത് നമ്മൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുതിയൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്യണം. ഈ HTML എന്ന് പറഞ്ഞാൽ പഴയ HTML ആണ്, അത് നമുക്ക് വേണ്ട. നമുക്കിവിടെ മോറിൽ വന്നിട്ട് മോർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡോക്യുമെൻ്റ് ടൈപ്പിൽ HTML5 ഉണ്ട്. ഈ HTML5 സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ അൺടൈറ്റിൽഡ് ഡോക്യുമെൻറ്റിന് വേണമെങ്കിൽ നമ്മളുടെ സൈറ്റിൻ്റെ പേര് തന്നെ കൊടുക്കാം. അത് ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഡ്രീം ഫോട്ടോഗ്രഫി
അപ്പോൾ ടൈറ്റിൽ കൊടുത്തു. ഇനി നമ്മൾ ഈ പേജ് ഒന്ന് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ആ ഫോൾഡറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡ്രീംസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഓട്ടോമാറ്റിക്കലി അത് സേവായി അവിടെ കിടന്നോളും. ഇവിടെ നമ്മൾ പേര് കൊടുക്കണം. ഹോം എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. ഡോക്യുമെൻറ്റ്സിൽ എപ്പോഴും HTML ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഇനി ഒരു പേജ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. HTML5 ക്രിയേറ്റ്. അടുത്തതിനും നമ്മൾ ഈ ഒരു ടൈറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതും നമ്മൾ വെറുതെ സേവ് കൊടുത്താൽ മാത്രം മതി. പേര് എന്തെങ്കിലും കൊടുക്കണം. എബൌട്ട് HTML ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെറുതെ സേവ് ചെയ്താൽ മാത്രം മതി. ആ ഡ്രീംസിൻ്റെ ഫോൾഡറിൽ ഓട്ടോമാറ്റിക്കലി സേവായി അവിടെ കിടന്നോളും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ രണ്ടിലും രണ്ട് ഇമേജസ് ഇട്ട് നോക്കാം. ആദ്യം ഹോമിൽ, അതായത് ഈ പറയുന്ന ഇതെവിടെയാണ്, ഈ പറയുന്ന നമ്മുടെ കഴ്സർ ഈ ബ്ലിങ്ക് ചെയ്യുന്ന സംഭവം എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ നോക്കണം. അതെവിടെ ആയിക്കോട്ടെ, എവിടെ കിടന്നാലും, ഇപ്പോൾ ഇവിടെ കിടന്നാലും ഇവിടെ ആണെങ്കിലും നമ്മൾ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഡ്രീം വീവർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അത് കറക്റ്റായിട്ട് ബോഡി ടാഗിൻ്റെ അകത്ത് കൊണ്ടുവന്നോളും. അപ്പോൾ ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഇമേജിൻ്റെ ഫോൾഡർ പിക്ചേഴ്സ് ഒന്ന്, ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് അത് ഓക്കെ കൊടുത്തു. ഇത് നമ്മൾ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് സെർച്ച് എഞ്ചിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ്, ഇമേജ് ടാഗ്. അപ്പോൾ അത് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇമേജായി. ഇനി നമ്മൾ എബൌട്ട് പേജിലും നമ്മൾ പോയി ഇൻസേർട്ടിൽ ഇമേജ് കൊടുക്കുന്നു. അടുത്ത ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, വീണ്ടും ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അവിടെയും എന്താ പറയുക, ഇമേജ് വന്നു. നമുക്ക് ഡിസൈനിൽ കാണാൻ പറ്റും, കണ്ടോ? ഹോമിലും ഡിസൈനിൽ നമുക്കിത് കാണാൻ പറ്റും, ഇമേജ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇത് ഹോം പേജ് വെറുതെ സേവ് ചെയ്താൽ മാത്രം മതി. അതുപോലെ എബൌട്ട് പേജ് വെറുതെ സേവ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമ്മളിനി ആ ഡി ഡ്രൈവിൽ ഫോൾഡർ നോക്കാൻ നേരത്ത് ഹോമും എബൌട്ടും ഇവിടെ സേവായി ഇവിടെ കിടപ്പുണ്ട്. ഇമേജസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ നമ്മൾ സേവ് ചെയ്ത ഇമേജസും കറക്റ്റായിട്ട് ഫോൾഡറിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോൾഡർ ഡിഫൈൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും, ഇപ്പോൾ ഇതുപോലെ ഇത്രയും ഫയലുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഇമേജസ് സേവായി ഒളിച്ച് കിടക്കും. അതുപോലെ തന്നെ HTML ഫയൽസും ഇതിൻ്റെ ഇടയിലായിരിക്കും. പിന്നെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ മാനേജ് ചെയ്യാൻ.